നീ എവിടെ പോയത്? ജയിലിലേക്ക് മഹിമയെ കാണാൻ. അവക്ക് എങ്ങനെയുണ്ട്? ഇവിടെ നടന്നൊന്നും ഗിരിയണ്ണോട് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞില്ലെന്ന്? ഇനിയെല്ലാം മറച്ചു വെക്കാനാണോ അമ്മ കരുതുന്നേ? കാര്യം എന്താ മഞ്ജു? മഹിമയും മൂതനും സ്വപ്നയെ കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. അവള് പ്രഗ്നന്റ് ആയിരുന്നില്ല. ഗോപാൽജിയുടെ വീട്ടിൽ കയറാൻ വേണ്ടി കളിച്ചൊരു നാടകം മാത്രമായിരുന്നു അത്. മഹിമ സത്യം മനസ്സിലാക്കിയപ്പോ അവളെ കുടുക്കാൻ കുഞ്ഞ് നഷ്ടപ്പെട്ട പോലെ അഭിനയിച്ച് എല്ലാവരുടെയും മുന്നിൽ അവളെ സ്വപ്ന കുറ്റക്കാരിയാക്കി. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? മുകുന്ദനാണോ? അല്ല, സ്വപ്ന തന്നെയാ പറഞ്ഞത്. എന്തൊക്കെയാ അമ്മ ഇവിടെ പറയുന്നേ? അമ്മയ്ക്ക് എല്ലാം നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മഹിമയെ കൊലയാളിയെന്ന് വിളിച്ച് വെറുത്തോണ്ടിരുന്നപ്പോഴൊക്കെ അവള് നിരപരാധിയാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. എന്നിട്ടും മിണ്ടാതെ നിന്ന് അമ്മ എല്ലാം കണ്ടു. ഞാനും വിചാരിച്ചു സ്വന്തം പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് അമ്മ ഇത്ര മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂന്ന്. മഹിമ എങ്ങാനും ശരിക്കും സ്വപ്നയുടെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ അവളെ വെട്ടിക്കൂട്ടിയേനെ. സ്വപ്ന ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും അമ്മ മഞ്ജുവിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോ തന്നെ എനിക്ക് സംശയം തോന്നേണ്ടതായിരുന്നു. കുട്ടിക്കാലം മുതലുള്ള എന്റെ കൂട്ടുകാരനാ മുകുന്ദൻ. അവൻ എനിക്ക് വെറും ഒരു കൂട്ടുകാരൻ മാത്രമല്ല, എന്റെ സഹോദരനെ പോലെയാണെന്ന് അമ്മയ്ക്കറിയില്ലേ? എന്നിട്ടും അവനുമായി സ്വപ്നയുടെ വിഷയത്തിൽ കയ്യാങ്കളി ആവുന്നവരെ എത്തിയിട്ടും അമ്മയ്ക്ക് സത്യം പറയണമെന്ന് തോന്നിയില്ലല്ലേ? സ്വപ്ന ആള് കൊള്ളാലോ. ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിൽ കല്യാണവും നടത്തി ഗോപാൽജിയുടെ മരുമോളും ആയില്ലേ. ഇതെങ്ങാനും ഗോപാൽജി അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവോ? മോളെ, ഈ സത്യം പുറത്തു വന്ന പിന്നെ സ്വപ്ന ഉറപ്പായും ഗോപാലന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇപ്പൊ തന്നെ ശാലിനിയോട് മത്സരിച്ച് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് അവൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനെന്തിനാ ഗോപാലിനെ ഇത് അറിയിച്ച് അയാളെ സഹായിക്കുന്നേ? സ്വപ്നയെ പോലൊരു മരുമകളെ തന്നെയാ ഗോപാലിന് കിട്ടേണ്ടത്. അവൾ ആ കുടുംബം തകർത്ത് മുഴുവൻ കാശും തട്ടിയെടുക്കും. അയാളെയും കുടുംബത്തെയും സ്വപ്ന നടുറോഡിലെത്തിക്കും. അതെനിക്ക് ഉറപ്പാ. പക്ഷേ അതിനു മുമ്പ് അവൾക്ക് എന്റെ അനിയത്തിയോട് ചെയ്തതിന് ഞാനൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. മോളെ, നീ ഇങ്ങനെ വാശി കാണിക്കരുത്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കവളെ. ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇവളോടല്ല, സ്വപ്നയോട്. ഗിരി, നീ വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കരുത്. സത്യം അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഞങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിലും എല്ലാം പുറത്തു വരുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് അമ്മയും സ്വപ്നയൊക്കെ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ അമ്മയുടെ സമാധാനത്തിന് വേണ്ടി പറയാം. ഞങ്ങൾ പറഞ്ഞിട്ട് ഗോപാലൻ സ്വപ്ന കളിച്ച നാടകത്തെക്കുറിച്ച് അറിയില്ല. കുടുംബങ്ങൾ തകർക്കാനുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കില്ല. അതാ നല്ലത്. സ്വപ്ന ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ഭാഗമായതിൽ നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? ആ പിന്നെ മഹിമയോട് നടന്നതിനെല്ലാം ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പ്രീതി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഇതിൽ വെറുതെ അഭിപ്രായം പറയാൻ വരണ്ട. സോറി, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. നിങ്ങൾ സംസാരിക്കേ. മോളെ, നീ സ്വപ്നയോട് പ്രശ്നത്തിനൊന്നും പോകരുത്. അവൾ അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതാ. അങ്ങനെയാണെങ്കിലേ ഞാൻ സ്വപ്നയോട് പ്രതികരിക്കാൻ പോകുന്നതും എന്റെ അറിവില്ലായ്മയായിട്ട് അമ്മ കണ്ടാ മതി. മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഒന്ന് അവളോട് സംസാരിക്കും മോനെ. ഞാൻ സ്വപ്നയോട് പ്രതികരിക്കാത്തത് മഞ്ജു പറഞ്ഞുകൊണ്ട് മാത്രം. വന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി
അവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ലാതായിട്ടുണ്ട്. അമ്മയോട് അവൾക്ക് സ്നേഹമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? നാളെ അവളുടെ എന്തെങ്കിലും പദ്ധതിക്ക് അമ്മ ഒരു തടസ്സമാണെന്ന് തോന്നിയാൽ അമ്മയെ ഒഴിവാക്കാനും അവൾ മടിക്കില്ല. അതുകൊണ്ട് സ്വപ്നയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. മഞ്ജുവിനെ ഞാൻ തടയില്ല.